അത് കമ്പനി വഹിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോഴൊരു 90 രൂപക്ക് മസാല ദോശ വാങ്ങിച്ചാൽ ഈ പറയുന്ന 100 രൂപ എക്സ്ട്രാ കൊടുത്താൽ ആ 200 രൂപ വാങ്ങിക്കുന്നവരിൽ നിന്ന് തന്നെ വാങ്ങിക്കും, അല്ല കമ്പനി കൊടുക്കും? ഇല്ല, അത് കമ്പനിയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇതുണ്ട്. അതായത് മസാല ദോശ തിന്നുന്നതിന് പ്രശ്നമില്ല, അത് കമ്പനി വഹിച്ചോളും എന്നുള്ളതാണ്. അതായത് സമരം പൊളിക്കാനുള്ള പുതിയ ടെക്നിക്കാണ്, അത് കമ്പനി തന്നെ വഹിച്ചോളും. നമുക്ക് മസാല ദോശയ്ക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാവും. പ്രത്യേകിച്ച് നഗരത്തിൽ ഇവരെ ആശ്രയിച്ചാണ് ഭൂരിപക്ഷം പേരും അവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് മാനേജ്മെന്റ് ചർച്ച ചെയ്യുമെന്നാണ്. ചോദിക്കാം, നമുക്കിത് ഇവരിലോട് തന്നെ ഒന്നും ചോദിക്കാം. അരുൺ, ഇവരോട് സംസാരിക്കാം. അരുൺ, ഓക്കെ, നമസ്കാരം ചേട്ടാ. എനിക്കൊന്നു കേരളം മുഴുവൻ സമരത്തിലേക്കാണോ പോകുന്നത്? നമസ്കാരം. കേരളം വരും ദിവസങ്ങളിൽ കേരളം ഒട്ടുക്കാകെ വ്യാപിച്ചുകൊണ്ട് തന്നെ ഈ സമരം മുന്നോട്ട് പോകുന്നതായിരിക്കും. യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. അത്രയധികം തൊഴിലാളികൾ ഈ രംഗത്ത് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നത്? എത്ര വേണമെന്നാണ് ആഗ്രഹം? നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് 25 രൂപയാണ്. അത് 5 കിലോമീറ്റർ പോകുമ്പോഴേക്കും 25 രൂപ. അത് 2 കിലോമീറ്റർ ആയാലും 3 കിലോമീറ്റർ ആയാലും 5 കിലോമീറ്ററിനകത്ത് വരെ കൊടുക്കുന്ന ഓർഡറിന് 25 രൂപയാണ്. കിലോമീറ്റർ 5 രൂപ എന്നുള്ള നിരക്കിൽ. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് കിലോമീറ്ററിന് 10 രൂപ വെച്ച് കിട്ടണം എന്നുള്ള നിരക്കിലാണ് നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2018 തുടങ്ങിയ റേറ്റാണ് ഇപ്പോഴും 2024 ഒരുപാട് പൈസ ഈടാക്കുന്നുണ്ട് കൺസ്യൂമറിൽ നിന്ന്. നമ്മളൊരു 50 രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ കമ്പനി 100-110 രൂപ വരെയൊക്കെ ഈടാക്കുന്നുണ്ട് അല്ലേ? കമ്പനി കൊള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും, പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന, നമുക്കുൾപ്പെടെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, കമ്പനിയുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ തൊഴിലാളികളാണ്. നമുക്ക് തരുന്നത് വെറും തുച്ഛമായിട്ടുള്ള റേറ്റാണ് കമ്പനി തരുന്നത്. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പണിമുടക്കി 6 വർഷമായിട്ടും തൊഴിലാളികൾ മറ്റുള്ള തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മറ്റേതെങ്കിലും തന്ത്രം നേരിടുവോ? നിങ്ങളെ നേരിടാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കുവോ? അതവർ ഇപ്പോൾ രാവിലെ തന്നെ അവരതിന് ശ്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ നടക്കില്ല എന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ അവിടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ആപ്പ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അവർ തന്നെയുള്ള പല വഴികളും നോക്കി പോലീസുകാരെ വിളിച്ചു വരുത്തി നമ്മളെ എതിർക്കാനായിട്ട് വേറെ പിന്നോട്ടില്ല. നിങ്ങൾക്ക് സൊമാറ്റോയും പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു കാരണവശാലും പിന്നോട്ടില്ല. തീരുമാനമാകുന്നത് വരെ. അതെ, തീർച്ചയായിട്ടും. സൊമാറ്റോ തൊഴിലാളികൾ ഇന്ന് സ്വിഗ്ഗി തൊഴിലാളികൾക്ക് 24 മണിക്കൂർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഇന്നത്തെ തൊഴിലാളി ഇന്ന് അവർ പണിമുടക്കിക്കൊണ്ട് നമ്മോടൊപ്പം സഹകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൊച്ചിയിലുണ്ടോ ഇന്നിപ്പോൾ സമരം? നമ്മളൊക്കെ കൊച്ചിയിലുള്ള കുറേ പേര് ഈ സ്വിഗ്ഗി സൊമാറ്റോ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. കൊച്ചിയിൽ തുടങ്ങിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. വരും ദിവസങ്ങളിൽ ഇത് കേരള ഒട്ടുക്കാകെ ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ പത്തനംതിട്ടയിലും കൊല്ലത്തും തൃശ്ശൂരും ആരംഭിക്കുന്നതായിരിക്കും. അത് സ്പ്രെഡ് ചെയ്ത് പോകും എന്ന് കമ്പനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ എത്രത്തോളം നമ്മളെ പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ സമരം വിജയം കാണട്ടെ. നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ പറയുന്ന തുക. നിങ്ങൾ പറയുന്നത് പോലെ വളരെ ബുദ്ധിമുട്ടേറിയാണ്. മഴയത്തും വെയിലത്തും ഒക്കെ ഈ പാവം സ്വിഗ്ഗി തൊഴിലാളികളും സൊമാറ്റോ തൊഴിലാളികളും നമ്മൾക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഒരു കാരണവശാലും അവഗണിക്കാൻ പാടില്ല. അവർ അസംഘടിതരാണ് എന്നുള്ളത് കൊണ്ട് ആദ്യകാലങ്ങളിൽ അവരെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ഇന്നിപ്പോൾ അവർ സംഘടിതരാണ്. അതുകൊണ്ട് സൊമാറ്റോ തൊഴിലാളികളും സ്വിഗ്ഗി തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ട്. നമ്മളും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഇവർ കിലോമീറ്ററോളം വെയിൽ നനഞ്ഞും മഴ നനഞ്ഞും കാത്തിരുന്നും ഒക്കെ നമുക്ക് കൊണ്ടുതരുന്ന ഭക്ഷണമാണ്. ദൈവം വിശക്കുന്നവന് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഭക്ഷണമായിട്ടും ഭക്ഷണം തരുന്നവരുമായിട്ടാണ് എന്നാണ് നമ്മൾ പറയാറ്. അങ്ങനെയാണെങ്കിൽ സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി ബോയ്സും ഡെലിവറി ഗേൾസും ഒക്കെ നമുക്ക് നൽകുന്ന വലിയ രീതിയിലുള്ള സംഭാവനയുണ്ട്, സഹായമുണ്ട്. അതിനെ നമുക്ക് വിസ്മരിക്കാൻ പാടില്ല. അവർക്കും ജീവിക്കുന്നത് ഇതുവഴിയായിരിക്കും. പല ജോലികളും ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. പഠിക്കാൻ വേണ്ടിയിട്ട് ഉപജീവനമാർഗം കണ്ടെത്താൻ വേണ്ടി വരുന്നവരുണ്ട്. അവർക്ക് ഇത് മുതലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും മുതലാളി അതിനൊരു ചെറിയ ആനുകൂല്യം കൊടുക്കണം എന്നുള്ളതാണ്. 10 രൂപയാണ് അവർ കിലോമീറ്ററിന് ആവശ്യപ്പെടുന്നത്. ഒരുപാട് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി കമ്പനി കൊണ്ടുപോവുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാതെ. സ്വിഗ്ഗി സൊമാറ്റോ തൊഴിലാളികൾ നമ്മുടെയൊക്കെ ഭക്ഷണം നൽകി നമ്മുടെയൊക്കെ വിശപ്പ് അവസാനിപ്പിക്കുന്ന പോരാളികളാണ്. അവരെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമ്മളും അവർക്കൊപ്പം തന്നെ നിലപാട് ഉറയ്ക്കുകയാണ്. സ്വിഗ്ഗി സൊമാറ്റോ തൊഴിലാളികളോട് നീതി കാണിക്കണം സ്വിഗ്ഗി സൊമാറ്റോ കമ്പനികൾ.